പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇനി സായാഹ്നത്തിൽ തേജോമയമായ ഈശോയുടെ മുഖം കണ്ട് അവിടുത്തെ ആരാധിക്കാൻ നമുക്ക് അവസരം ലഭിച്ചതിന് ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാട്ടോ. നമ്മൾ ഇങ്ങനെ നോമ്പ് കാലഘട്ടത്തിലായിരിക്കുകയാണ്. ഏകദേശം നോമ്പ് കാലഘട്ടമൊക്കെ അവസാനിക്കാറായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പ്രാർത്ഥനയിൽ ജ്വലിക്കേണ്ട കാലഘട്ടമായിരുന്നു ഇത്. നിങ്ങളെല്ലാവരും നല്ലപോലെ പ്രാർത്ഥിക്കുന്നുണ്ടാകും. ഇനിയും ശക്തമായി ഈശോയോടൊപ്പം പ്രാർത്ഥിക്കണം. ഈശോ ഗെത്സെമനയിൽ പ്രാർത്ഥിച്ച് ഇടവേളകളിൽ താഴെ വരുമ്പോൾ ശിഷ്യന്മാർ കിടന്നുറങ്ങുകയാണ്. ഇപ്പോൾ ഈശോ എന്താ ചോദിക്കുന്നത്? 1 മണിക്കൂർ നേരമെങ്കിലും നിങ്ങൾക്ക് എന്നോടൊപ്പം ഉണർന്നിരിക്കാൻ സാധിക്കില്ലേ? ഈശോ ആഗ്രഹിക്കുന്നുണ്ട് ഈശോയുടെ തീവ്ര നൊമ്പരങ്ങളുടെ ഈ കാലഘട്ടത്തിൽ ഈശോയോടൊപ്പം ആയിരിക്കാൻ, അവിടുത്തെ വ്യഥകളൊക്കെ കേൾക്കാൻ, നമ്മുടെ ഹൃദയത്തിൻ്റെ സങ്കടങ്ങളൊക്കെ ഈശോയോട് പങ്കുവയ്ക്കുന്ന പ്രാർത്ഥനയുടെ അനുഭവത്തിൽ നമ്മൾ ഓരോരുത്തരും ആയിരിക്കാനായിട്ട്, പ്രാർത്ഥനയിൽ ജ്വലിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ഈ കാലഘട്ടത്തിൽ കൂടുതൽ 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 സാധിക്കട്ടെ. ദാനിയേൽ പ്രവചനം 6-ാം അധ്യായം 1 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ ദാനിയേൽ പ്രവാചകൻ സിംഹക്കുഴിയിൽ കിടക്കുകയാണ്. പക്ഷെ സിംഹക്കുഴിയിൽ കിടക്കുമ്പോഴും ദാനിയേലിനെ സിംഹങ്ങളൊന്നും ഉപദ്രവിച്ചില്ല. അതെന്തുകൊണ്ടാ? ദാനിയേൽ പ്രാർത്ഥനയുടെ മനുഷ്യനായിരുന്നു. ദാനിയേൽ സിംഹക്കുഴിയിൽ വീഴാൻ കാരണം എന്താ? ദാരിയൂസ് രാജാവിൻ്റെ കൽപ്പനയാണ്, അദ്ദേഹത്തോടല്ലാതെ വേറെ ആരോടും പ്രാർത്ഥിക്കാൻ പാടില്ല. പക്ഷെ ദാനിയേൽ യഹോവയോടല്ലാതെ വേറെ ആരോടും പ്രാർത്ഥിച്ചില്ല. 3 നേരം അദ്ദേഹം യഹോവയോട് പ്രാർത്ഥിച്ചു. ഇത് പ്രാർത്ഥിച്ചത് കണ്ടുപിടിക്കുകയും അദ്ദേഹത്തെ സിംഹക്കുഴിയിൽ കൽപ്പനപ്രകാരം ഇടുകയാണ് ചെയ്യുക. പ്രാർത്ഥിക്കുന്നവരെ കർത്താവ് ഏത് സിംഹക്കുഴിയിൽ നിന്നാണെങ്കിലും രക്ഷിക്കും. നിനക്ക് ഇന്ന് കർത്താവ് തരുന്ന വാഗ്ദാനമാണ്, നീ പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ നീ ആയിരിക്കുന്ന ബന്ധനങ്ങളിൽ നിന്നും, നീ ആയിരിക്കുന്ന തടസ്സങ്ങളിൽ നിന്നും, നീ ആയിരിക്കുന്ന കഷ്ടതകളിൽ നിന്നും, നീ ആയിരിക്കുന്ന രോഗങ്ങളിൽ നിന്നും, നീ ആയിരിക്കുന്ന വേദനകളിൽ നിന്നും കർത്താവ് നിന്നെ കരകയറ്റും. വീണുകിടക്കുന്ന മനുഷ്യൻ പ്രാർത്ഥനയുടെ ചെറുകിലേറിയ പറന്നുയരുക. പ്രാർത്ഥനയുടെ മനുഷ്യരാകട്ടെ. മത്തായി 7:7. ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിപ്പിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്കായി തുറന്നു കിട്ടും. പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക. ഇന്ന് മെസ്സേജ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം, ഈശോയെ പ്രാർത്ഥനയുടെ മനുഷ്യരായിരിക്കാൻ എനിക്ക് കൃപ നൽകണമേ എന്ന്. ദിവ്യകാരുണ്യനാഥൻ നമ്മെ അനുഗ്രഹിക്കട്ടെ.